ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജെല്ലി പൗഡർ എടുത്തിരിക്കുന്നത്. പൈനാപ്പിളിൻ്റെ ഫ്ലേവറിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പല ഫ്ലേവർ കിട്ടും. നമ്മളിപ്പോൾ പൈനാപ്പിളിൻ്റെ പുഡിങ് ആയതുകൊണ്ട് പൈനാപ്പിളിൻ്റെ ജെല്ലി പൗഡർ മേടിച്ച് ഇത് ഞാൻ പൊട്ടിച്ച് ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് പൊട്ടിച്ചൊഴിച്ച് ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏത് ട്രെയിലാണ് നമ്മൾ പുഡിങ് തയ്യാറാക്കുന്നത് ആ ട്രെയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ഫ്രീസ് ചെയ്ത് നമുക്കൊന്ന് ജെല്ലി ആക്കേണ്ട താമസമേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ ചെറിയ പീസായിട്ട് അരിഞ്ഞ പൈനാപ്പിളാണ്. അതിൻ്റെ അകത്തേക്ക് ഞാൻ 2-3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി ഒന്ന് നമ്മുടെ പൈനാപ്പിൾ ഒന്ന് ജസ്റ്റ് വെന്താൽ മതി. ഇപ്പോൾ പൈനാപ്പിൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ ജെല്ലി റെഡി ആയിട്ടുണ്ട്. ഇനി ജെല്ലി നമുക്കൊരു ചെറിയ കുഞ്ഞു പീസാക്കി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് ചെറിയ ക്യൂബ്സ് പോലെ നമുക്ക് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാം. ഇപ്പോൾ നമ്മുടെ ജെല്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൈനാപ്പിളിൻ്റെ കുറച്ച് പീസിൻ്റെ അകത്തിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ഫ്രഷ് ക്രീം എടുത്തിരിക്കുന്നത്. ഞാനൊരു ഫുള്ളായിട്ടുള്ള ഫ്രഷ് ക്രീമും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാലേ ടേസ്റ്റ് കാണത്തുള്ളൂ. ഫുൾ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന മിൽക്ക് മെയ്ഡോ മിഠായി മേറ്റ് എടുക്കാം. ഞാനിവിടെ മിഠായി മേറ്റ് എടുത്തിരിക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ട് മിഠായി മേറ്റ് വേണം. ഞാനിവിടെ ഒരു ചെറിയൊരു കുപ്പി മിഠായി മേറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നാലും നല്ല രീതി മധുരവും തണുക്കുമ്പോൾ നല്ല ടേസ്റ്റും കാണത്തുള്ളൂ. ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമ്മുടെ ജെല്ലിയും പൈനാപ്പിളും ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പീസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തണുപ്പിക്കാതെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് 1-2 മണിക്കൂറൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.